അവസാന സമയത്തിലേക്ക് കടക്കണേ. അതെ അതെ, ഇനി ജസ്റ്റ് 1.5 മണിക്കൂറേ ഉള്ളൂ. കണ്ടില്ലേ, മലയാളം ചാനൽ കണ്ടില്ലേ ഈ ഫോർട്ട് കൊച്ചിയുടെ വൈബ്? ഒരു പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ, അത് വേളി ഗ്രൗണ്ടിൽ. നിങ്ങൾ നോക്കൂ, എത്രയോ പീസ്ഫുള്ളായിട്ട് ഫാമിലിയും യുവാക്കളും യുവതിയുവാക്കളും മറ്റു മുത്തശ്ശിമാരും എല്ലാവരും നിൽക്കുകയല്ലേ. ഇങ്ങനെ ഒരു ചരിത്ര താളുകളിൽ എഴുതി വെക്കാൻ കഴിയുന്ന ഒരു മുഖ്യ സംഘാടകനാകുമ്പോ ഒരു ടെൻഷനൊക്കെ ഉണ്ടോ ഉള്ളില്? 100% ടെൻഷൻ ഉണ്ട്. ഞാൻ ഇതിനില്ലെന്ന് പറയുന്നത്. ഞാൻ മിഡ് നൈറ്റ് ആകണ വരെ കാത്തിരിക്കണം. ബഹുമാനപ്പെട്ട വിനയ ഫോർട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ നമുക്ക് ഇത്തരം അന്തരീക്ഷത്തിൽ വളരെ പീസ്ഫുള്ളായിട്ട് ഇത് തീരേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ, ഇത് തന്നെയല്ലേ ഒരു മതസൗഹാർദ്ദം? ഇത് തന്നെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്പരം വന്ന് കണ്ടുമുട്ടുന്ന സ്ഥലം? ഇത് തന്നെയല്ലേ നമ്മുടെ പ്രായമായവർ വന്ന് കണ്ടുമുട്ടുന്ന സ്ഥലം? അങ്ങനെ വരട്ടെ എന്ന് ഒരു ഗ്രൗണ്ടിലേക്ക് ഒത്തുകൂടലുകളായിട്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഉണ്ടല്ലോ കേട്ടാ, ഈ പല സമയത്തും ഈ ന്യൂ ഇയർ സമയത്ത് ആണും പെണ്ണും ഒക്കെ മാറി മാറി നിന്നാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു മിക്സഡ് ക്രൗഡിനെ കാണാനുണ്ട്. ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു. അതാണ് ഇവിടെ. ഗ്രാൻഡ് ഫാദറും കളിക്കുന്നുണ്ട്, മമ്മിയും കളിക്കുന്നുണ്ട്, അമ്മയും കളിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളും കളിക്കുന്നുണ്ട്, യുവാക്കളും കളിക്കുന്നുണ്ട്. അവർക്ക് വേറെ ഒന്നുമില്ല. ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഇതുമായി ബന്ധപ്പെട്ട് നോക്ക്, തൊട്ടപ്പുറത്തേക്ക് പോയാൽ ഇത് കണ്ടു നിൽക്കുന്ന ഫാമിലീസ് ഉണ്ട്. നോക്ക്, കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽസ് ഇത് കണ്ടിരിക്കുന്നു. ഇപ്പം എന്നോട് ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്, ഞാൻ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ ബെന്നി, പക്ഷേ ഇത് ഇത്രയോ വലിയൊരു ക്രൗഡ് ഞാൻ കണ്ടിട്ടില്ല. എത്രയോ പീസ്ഫുള്ളായി പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ജാതിയുടെ മതത്തിൻ്റെ മരണത്തിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. ഏകോദര സഹോദരങ്ങളെ പോലെ പോകാൻ കഴിയണം. 1.5 മണിക്കൂർ മാത്രമാണ്